കിടിലം ഒന്നും പറയില്ല കിടിലം കിടിലം ഏട്ടാ വേറെ ലെവല് ഒന്നും പറയും എങ്ങനെയുണ്ട് സൂപ്പർ എങ്ങനെയുണ്ട് സൂപ്പർ എന്തിനു പറയാ ഒന്നുമില്ല ഒരു ചെറിയ പടം എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഒന്നും അല്ല എന്റെ പൊന്നെ ഇത് വലിയ പടം പൃഥ്വിരാജ് സൂപ്പർ കേട്ടോ വർത്ത് വാച്ച് സാധനം ട്രെയിലർ നമ്മൾ ടീച്ചർ നമ്മൾ പ്രതീക്ഷ മേളിൽ നിൽക്കുന്ന സാധനം സൂപ്പർ തിരിച്ചറിവ് എന്താണോ നോക്കി ഇതിന് ടീസർ കലക്കി ചെറിയ പടം വലിയ പടം മലയാളം സിനിമയായിട്ട് തോന്നിയായിരുന്നു എന്റെ ടീച്ചർ കണ്ടിട്ട് ഹോളിവുഡ് ലെവലുണ്ട് ടീച്ചർ സൂപ്പർ സൂപ്പർ ഞെട്ടിക്കും സൂപ്പർ സിനിമ ഞെട്ടിക്കും ഗംഭീരം ഗംഭീരം ഓ ചെവി കിലുങ്ങി പോയി ഗംഭീരം അടിപൊളിയായിരുന്നു സൂപ്പർ തിയേറ്റർ നമുക്ക് കാത്തിരിക്കാം അടിപൊളിയാവട്ടെ ഒരേ ഒരു രാജാവ് ലാലേട്ടൻ പൊളി ഹെവി പറയാല്ലേ ബ്രോ മലയാള സിനിമയിൽ അടുത്ത 500 കോടി ഉറപ്പിച്ച് അത്ര സാറ്റിസ്ഫാക്ഷനും സന്തോഷത്തോടെയാണ് താരം പോണ ലാലേട്ടന് ഒരു രക്ഷയില്ല ഒന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ഇല്ല ചെറിയ പടം ഭയങ്കര ഗംഭീര പടമായിരിക്കും റിലീസിനായിട്ട് കാത്തിരിക്കുകയാണ്
ടീസർ മലയാള സിനിമയിലെ ഒരു മാലപ്പടക്കത്തിന്റെ തിരി മാത്രമേ കൊളുത്തിയിട്ടുള്ളൂ. നമുക്ക് മാർച്ച് 27 വരെ കാത്തിരിക്കാം. മലയാള സിനിമയിലെ എക്കാലത്തെയും ഒരു വമ്പൻ ഹിറ്റിന് വേണ്ടി എല്ലാ റെക്കോർഡുകളും, അതായത് ടീസർ ഉൾപ്പെടെ, ട്രെയിലർ ഉൾപ്പെടെ, മലയാള സിനിമയുടെ ഫാഷൻ ഉൾപ്പെടെ എല്ലാ സകലമായ റെക്കോർഡുകളും ലാലേട്ടന്റെ പേരിൽ ഈ എമ്പുരാനെന്ന തമ്പുരാനെ കാണാൻ ഈ എഴുന്നള്ളിപ്പിന് വേണ്ടി ഈ ആയിരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മലയാള സിനിമയുടെ തലമുറ മാറ്റിമറിക്കാൻ എമ്പുരാൻ വന്നിട്ടുണ്ട്. ഇത് വെറും ട്രെയിലറാ, മെയിൻ പിക്ചർ എന്നും പാർട്ടല് ബോക്സ് ഓഫീസെ കൊണ്ടാടുമോ இந்த കേരളക്കര? ഉറപ്പായിട്ടും ഇതിപ്പോ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. അതായത് പുതിയ ബെഞ്ച് മാർക്കുകൾ ഇവിടെ ദൃശ്യം തുടങ്ങി വെച്ചത്, പുലിമുരുകൻ തുടങ്ങി വെച്ചത്, ലൂസിഫർ തുടങ്ങി വെച്ചത്, ഇതിനകത്ത് എമ്പുരാൻ പുതിയ ബെഞ്ച് മാർക്കുകൾ തുടങ്ങി വെക്കും. അതായത് മലയാളത്തിന്റെ ന്യൂ മാർക്കറ്റ് എന്തെന്ന്, മലയാളത്തിന്റെ മാക്സിമം, അതായത് മോളിവുഡിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ എന്തെന്ന്, ഈ ചരിത്രം, അതായത് ഇതിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ എന്തെന്ന് ഈ പടം കാണിച്ചത്. അതായത് നമുക്കും ഒരു KGF ഉണ്ട്, നമുക്ക് കാണിച്ചു ചരിത്രമായിരിക്കും മലയാള സിനിമയുടെ ചരിത്രം. മലയാള സിനിമ വ്യാവസായികപരമായിട്ട് മുകളിലെത്താൻ പറ്റുന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളക്കരയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ടീസറിന് ഇതുപോലത്തെ ഒരു ഫാൻ ഷോ വെക്കാൻ മോഹൻലാൽ ഫാൻസിനല്ലാതെ വേറെ ഏറെ സൊസൈറ്റി കഴിയും. ഓരോ ഫാൻസുകാർ തമ്മിൽ മത്സരങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് തിരുവനന്തപുരം മുതൽ അങ്ങറ്റം ഉള്ളവർക്കും മത്സരമാണ്. നമ്മൾ തന്നെ എത്ര തിയേറ്ററുകളിൽ അവരവരെ ശക്തി തെളിയിക്കും. എല്ലാം മാർച്ച് 27 വെയിറ്റിംഗ് ആണ്, എല്ലാവരും വെയിറ്റിംഗ് ആണ്. 27 മാറ്റമില്ല. സാമ്പിൾ ഇനി മാർച്ച് 26 ഇപ്പൊ ഈ കണ്ടത് ഇതൊരു റിലീസ് അല്ല, ജസ്റ്റ് ഒരു ടീസർ മാത്രമാണ്. മലയാള സിനിമയിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സിനിമയുടെ ടീസറിന് ഇത്രയും ഗംഭീര വരവേൽപ്പ് നമ്മുടെ തലസ്ഥാനത്ത് ലാലേട്ടന്റെ തട്ടകത്തിന്. ഒറ്റവരും പറയാം, തെലുങ്കില് രാജമൗലി ബാഹുബലി നമ്മളെ വണ്ടടിപ്പിച്ചു. അതേ കണക്ക് കന്നഡയിൽ KGF പ്രഖ്യാപനയിൽ നമ്മളെ വണ്ടടിപ്പിച്ചു. അതേ കണക്ക് ഈ പടം നമുക്ക് വണ്ടടിപ്പിക്കേണ്ട ഒറ്റ പടമായിരിക്കും, അതായത് പാനിന്റെ ലെവലിലുള്ള പടമായിരിക്കും. ഉറപ്പാണ് ഈ പറഞ്ഞ പോലെ ലൂസിഫർ ഫ്രാഞ്ചൈസ്, അതായത് 2 മാത്രമല്ല 3 ഉണ്ട്. മൊത്തത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ പടത്തിന്റെ ഒരു ഇന്നർ റെയിൽ പോലെ നമുക്ക് അറിഞ്ഞൂടാ. അതായത് പുള്ളിക്കൊരു പോസ്റ്റിൽ ഉണ്ടായിരുന്നു, ഒരു ഐസ്ലേന്റെ മുകൾ ഭാഗം കാണിച്ചിട്ട് താഴത്തെ ലെയർ നമുക്ക് എന്താണ് അറിയുന്നത്. ആ ഐസ്ലേയാണ് ഈ പടം. ഇനിയും ഒരു ഫ്രാഞ്ചൈസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഈ പറഞ്ഞ അഭിമാനിക്കാമെന്നുള്ള പടമായിരിക്കും. മലയാളത്തിന്റെ വിസ്മയമാകുന്നുള്ളതിന് മലയാള സിനിമയെ പാൻ ഇന്ത്യ തലത്തിൽ ഏറ്റവും കൂടുതൽ റീച്ച് ചെയ്യിപ്പിച്ചുള്ളത് ലാലേട്ടന്റെ പടങ്ങളാണ്. ദൃശ്യമായാലും പുലിമുരുകനായാലും ലൂസിഫർ ആയാലും. ഇനി അതിനുശേഷം മലയാള സിനിമയെ ആഗോള വിപണിയിൽ ഏറ്റവും വലിയ പടമാക്കാൻ പോകുന്ന ചിത്രമായിരിക്കും എമ്പുരാൻ 2 എന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഇതുവരെയുള്ള സർവ്വകാല റെക്കോർഡുകളും തകർത്തെറിഞ്ഞ് ലാലേട്ടന്റെ എമ്പുരാൻ തകർത്തു വരും. ടീച്ചർ ഒരു രക്ഷയില്ല, കിടിലൻ സാധനം. മലയാളത്തിന്റെ ഏറ്റവും മോസ്റ്റ് ലെവൽ സാധനമാണ്, പീക്ക് ലെവലായിരിക്കും. അന്യായ സാധനം. ലാലേട്ടന്റെ ഒരേ സ്വാഗ്, ഒരു രക്ഷയില്ല. കിട്ടിലോ എന്ന് പറഞ്ഞാൽ കിടിലം, ഒന്നും പറയില്ല. ജയിലർ 2 ലാലേട്ടനെ കാണിക്കാത്തതിന്റെ വിഷമം ഇതിലൂടെ മാറിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല, ലാലേട്ടൻ ഒരു രക്ഷയില്ല. കിട്ടിലോ എന്ന് പറഞ്ഞാൽ കിടിലം, ലാലേട്ടൻ മാത്രമേ ഉള്ളൂ ടീച്ചറിൽ. അന്യായ സാധനം, അന്യായം, ഒരു രക്ഷയില്ല. മലയാള സിനിമയായിട്ട് തോന്നിയില്ല. ബോളിവുഡ്, ഹോളിവുഡ് കിട്ടിലം, ഒരു രക്ഷയില്ല. മലയാളത്തിൽ ഇങ്ങനെ ഒരു സാധനം ഇന്നേ വരെ വന്നിട്ടുമില്ല, ഇനി വരെയില്ല. വെടിച്ചില്ല സാധനം എന്ന് പറഞ്ഞാൽ വെടിച്ചില്ല, ഒന്നും പറയില്ല. ടീസർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സാധനം. പൊളി എന്ന് പറഞ്ഞാൽ പൊളി, ലോക പൊളി. ഒരു രക്ഷയില്ല. അന്യായം ഒന്നും പറയില്ല, അന്യായം.